നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ എത്ര GB ഉള്ളതായാലും എത്ര പുതിയ ഫോണായാലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മെമ്മറി പെട്ടെന്ന് തീർന്നുക. അത്യാവശ്യത്തിന് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ മെമ്മറി സ്പേസ് റണ്ണിങ് ഔട്ട് എന്ന് കാണിക്കും. എങ്ങനെ ഇത്ര പെട്ടെന്ന് നമ്മൾ മെമ്മറി തീർന്നു വന്നത്? അതിന് ഒന്നാമത്തെ കാരണം നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് വീഡിയോസും ഒക്കെ നല്ല ക്വാളിറ്റിയിലായതുകൊണ്ട് കുറെ വീഡിയോ ഒക്കെ എടുക്കുന്ന നേരം പെട്ടെന്ന്, അതായത് നമ്മളിപ്പോൾ വാങ്ങുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫോണുകൾ മിക്കവാറും നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ ആയിരിക്കും. ക്വാളിറ്റി കൂടുന്തോറും ഫയൽ സൈസ് കൂടും. അങ്ങനെ ഒരുപാട് എടുക്കുന്ന നേരം നമുക്ക് മെമ്മറി ഫുള്ളാവും. അപ്പൊ എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ, ഇപ്പോ ഒരു ചെറിയൊരു വീഡിയോ എടുക്കണേ 4-5 ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുക, ഒറ്റ ഷോട്ട് കിട്ടുകയല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യാം. മാക്സിമം ഫയലുകൾ ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഫോട്ടോസ് പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മെമ്മറി കാർഡിലോ പെൻഡ്രൈവിലോ സേവ് ചെയ്ത് വെക്കുക. എന്നാലും നമ്മളെ ഫോണിൽ നമ്മൾ അറിയാത്ത, നമ്മൾ നോക്കി നടന്നാൽ കാണാത്ത കുറേ ഫയലുകൾ ഉണ്ടാവും. ഒരുപാട് മെമ്മറി കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് ഫയലുകൾ. ഇതൊക്കെ കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാനുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങളെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തോ. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എബൌട്ട് ഫോൺ ഒരു ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ ഫോണിലും ഉണ്ടാവും എബൌട്ട് ഫോൺ. ഈ എബൌട്ട് ഫോൺ ഒന്ന് ക്ലിക്ക് ചെയ്തോ. ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്തോ. സ്റ്റോറേജ് ഓപ്പൺ ചെയ്താൽ നമ്മളെ ഫോണിന്റെ മെമ്മറി കംപ്ലീറ്റ് ഇവിടെ കാണിക്കും. അത് ഏതൊക്കെയാ എങ്ങനെയൊക്കെയാ കൺസ്യൂം ചെയ്യുന്നതെന്ന് കാണിക്കും. എവിടെയൊക്കെ എത്ര GB ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണിക്കും, ഒക്കെ കാണിക്കും. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ കണ്ടെത്താനും അതുപോലെ അവിടുന്ന് ഡിലീറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അവിടുന്ന് അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. പക്ഷെ എല്ലാ ഫോണിലും ഇങ്ങനൊരു ഫെസിലിറ്റി കാണുന്നില്ല. ചില ഫോണിൽ മാത്രമാണ് കാണുന്നുള്ളൂ. അപ്പം ഇങ്ങനൊരു ഫെസിലിറ്റി കാണാത്ത ഫോണിൽ എന്ത് ചെയ്യുക? ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ ഓപ്ഷൻ ഉള്ള ഫോണിലും നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഫയൽസ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കൂടെ നമുക്ക് നമ്മൾ കാണാത്ത അറിയാത്ത എല്ലാ ഫയലുകളും ക്ലീൻ ചെയ്ത് നമ്മളെ മെമ്മറി ഒരുപാട് സ്പേസ് നമുക്ക് ഫ്രീ ആക്കി തരും. അതെന്താ ചെയ്യേണ്ടത്? നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതിന് 1-2 പെർമിഷൻ ചോദിക്കും. അത് അലോ ചെയ്ത് കൊടുക്കണം. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഇന്റർഫേസ് വരിക. ഇവിടെ ക്ലീനപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അതൊന്നും നമ്മളിപ്പോ നോക്കുന്നില്ല. നമ്മളിപ്പോ നമ്മളെ സ്റ്റോറേജ് ഫ്രീ ആക്കുന്ന സംഭവം മാത്രമാണ് നോക്കുന്നത്. ഈ ക്ലീനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള എല്ലാ സംഭവങ്ങളും, അതായത് നമ്മളെ മെമ്മറി കൺസ്യൂം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ അറിയാതെ, നമ്മൾ നോക്കി നടന്നാൽ കാണാത്ത ഒരുപാട് ലാർജ് ഫയൽസ് ഒക്കെ ഉണ്ടാവും. ജങ്ക് ഫയൽസ് എല്ലാം ഉണ്ടാവും. എല്ലാം ഇവിടുന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒരുപാട് മെമ്മറി ഫ്രീ ആക്കി തരും. ക്ലീനപ്പ് കൊടുക്കുക. ക്ലീനപ്പ് കൊടുത്താൽ ഓരോന്നും സ്കാൻ ചെയ്ത് എത്ര ഉണ്ട് എന്ന് കാണിക്കും. സ്കാനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ 1.28 GB ഡിലീറ്റ് ചെയ്യേണ്ട, ക്ലീൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലീൻ അപ്പ് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ നിങ്ങളറിയാത്ത എല്ലാ ഫയലുകളും ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെമ്മറി ഇത് ഒഴിവാക്കി തരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ള എന്താ വെച്ചാൽ, ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും ഡിലീറ്റ് ആവുകയില്ല. അത് മാത്രമല്ല, ഇതിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ സ്റ്റോറേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ഫയൽ മാനേജർ പോയിട്ട് അവിടെ നിന്നും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്ത ക്ലീൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറെ ടാബ് ഉണ്ട്. ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജങ്ക് ഫയൽ മാത്രമായിട്ട് ക്ലീൻ ചെയ്യുക, ഫോൺ ബൂസ്റ്റർ ഉണ്ട്, ബാറ്ററി സേവർ ഉണ്ട്, CPU കൂളർ ഉണ്ട്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ കുറച്ച് ഇങ്ങേപ്പുറത്തേക്ക് എടുത്താൽ നമുക്ക് മൊബൈലിൽ നിന്ന് PC-യിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഫയൽസ്. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്ക്. ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങൾ സ്വന്തം മുത്തുസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.